ഈ സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചവനെ എന്റെ കൈ കിട്ടിയാണ്ടല്ലോ ഞാൻ അരച്ച് കലക്കി കുടിക്കും. ഒന്നെങ്കിൽ വീട്ടിനകത്തെ പണി, ഇതല്ലെങ്കിൽ പുറത്തുള്ളൊരു ജോലി. ഇത് രണ്ടും കൂടെ കൊണ്ടുപോവാന്ന് പറയുന്നുണ്ടല്ലോ. ഇവിടെ രാവിലെ എണീറ്റ് കണ്ണ് തുറക്കുമ്പോ കാണുന്നത് അടുക്കളയാ. അത് കഴിഞ്ഞ് എല്ലാം ഒന്ന് സെറ്റ് ആക്കി കഴിയുമ്പോഴത്തേക്കും ഓഫീസിൽ പോകാനുള്ള ടൈം ആവും. ഓഫീസിൽ കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിയുമ്പോഴും പണി തീരുവോ? നീണ്ടു നടന്നിങ്ങനെ കിടക്കില്ലേ നമ്മളെ നോക്കി. അതും കഴിഞ്ഞ് അടുത്ത ദിവസത്തേക്കും ഉള്ളത് എല്ലാം എടുത്തു വെച്ച് പിള്ളേരെയും തല്ലിക്കൂട്ടി അവരെയും പഠിപ്പിച്ച് കിടക്കാറാകുമ്പോഴേക്കും 10-10:30 അപ്പൊ ചോദിക്കും എന്നാ പിന്നെ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ പോരേന്ന്. പറ്റില്ല. സ്ത്രീ ശാക്തീകരണമാണല്ലോ. പക്ഷെ ആ കാര്യം കൊണ്ട് ഒരു ഒറ്റ ഗുണം ഉണ്ടായിട്ടുണ്ട്. 10 കാശ് കൈ വരും, ആരോടും ഒന്നും ചോദിക്കണ്ട, നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെലവാക്കാം. എന്നാലും ഈ പട്ടിപ്പണി അത് ഇച്ചിരിയല്ല, നല്ല ഓവറാ. സ്ത്രീകൾ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്കെന്ന് പറഞ്ഞ് പറഞ്ഞ് ഇപ്പൊ അടുക്കളയിലും ഉണ്ട് അരങ്ങത്തും ഉണ്ട്, എവിടെയും എത്തിപ്പെടാത്തൊരവസ്ഥയിൽ ഇങ്ങനെ വട്ടം കറങ്ങി നിൽക്കുക. ഇതൊന്നും പോരാഞ്ഞിട്ട് മാസാമാസം ഈ ഹോർമോൺ കാരണം ഉണ്ടാവുന്ന ഓരോരോ കുഴപ്പങ്ങളെ, മൂഡ് സ്വിങ്സ്, ശാരീരിക ബുദ്ധിമുട്ടുകൾ. ആവോ, എന്റെ കഥനകഥ കേൾക്കാനാണെങ്കിൽ, അല്ല ഇത് എന്റെ മാത്രം കഥയൊന്നുമല്ല, ഒട്ടുമിക്ക മിക്ക സ്ത്രീകളുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാ. അല്ല, ഈ നെട്ടോട്ടത്തിനിടയ്ക്കും പറയേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. പെണ്ണായി പിറന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു.